ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്കിന്ന് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിനെ പറ്റിയിട്ട് പഠിക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഫങ്ഷൻസിനെ പറ്റിയിട്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പറഞ്ഞായിരുന്നു. ദെൻ ഫങ്ഷൻസ് നമുക്ക് വിത്ത് ആർഗ്യുമെൻറ്റ്സ്, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പാസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഞാനൊരു കാറ്റഗറി കാണിച്ചിട്ടുണ്ട്. ഫങ്ഷൻസിനെ ആർഗ്യുമെൻസിൻ്റെ ബേസിൽ, ആർഗ്യുമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഫങ്ഷനെ കോൾ ചെയ്യുമ്പം എന്തൊക്കെ വാല്യൂസ് ആണോ നമ്മൾ പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഫങ്ഷൻ കോൾ ചെയ്യുമ്പം ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാതിരിക്കാം. അതാണ് വിത്ത് ആർഗ്യുമെൻറ്റ്സും വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സും. അപ്പോൾ ഫങ്ഷൻസിനെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ബേസിൽ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫംഗ്ഷനായിട്ടും വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫംഗ്ഷനായിട്ടും നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പം വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണുള്ളതെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സം ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ, ഇതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ പാരാമീറ്റർ ആണെന്നും ഏതൊക്കെ ഡേറ്റ ടൈപ്പിലുള്ളതാണെന്നും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഡിക്ലറേഷൻ പാർട്ടിൽ. അതുപോലെ ഈ ഡിക്ലറേഷൻ, ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതിന് ഇൻറ്റിജർ വാല്യൂസ് ആണെന്നുള്ളത് ഡിക്ലറേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ഏത് വാല്യൂസ് ആണോ പാസ് ചെയ്യേണ്ടത് ആ വാല്യൂ. അപ്പോൾ സം 10,20 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 10ഉം 20ആണ് നമ്മൾ ആ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഈ വാല്യൂസ് ഒക്കെ, ആക്ച്വൽ വാല്യൂസ്. ഓക്കെ, സോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. അപ്പം ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇനി വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് വേണ്ട, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ഒന്നും പാസ് ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സോ ഇതിൻ്റെ ഡിക്ലറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കേ, റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ഉണ്ട്, ഫംഗ്ഷൻ്റെ പേര് ഷോയുണ്ട്. പക്ഷേ നോക്കിയ പാരാന്തസിസ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. ദാറ്റ് മീൻസ് അവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ പാസ് ചെയ്യുന്നില്ല. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫംഗ്ഷനും ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫംഗ്ഷനും. ഓക്കെ, ഇനി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞു ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഉള്ള കേസാണ് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് ഉള്ള കേസിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സ്, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കോളിനകത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് 10,20 10ഉം 20ഉം ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. Okay, so actual parameter is the argument which is used in the function call. Function call ൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടേമും കൂടിയുണ്ട്, ഫോർമൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്റർ ഈസ് ദ ആർഗ്യുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിനെയാണ് ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്, നോക്കാം. ഡബിൾ സ്ക്വയർ ഇൻറ്റ്, ഇതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ റിട്ടേൺ ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്. ഈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഒരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മെയിനിനകത്ത് എന്ത് ചെയ്തു, നമ്മൾ ഇൻറ്റ് നം എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കും. ആ മെമ്മറി ലൊക്കേഷൻ ഫോർ എക്സാമ്പിൾ 1200 ആണെന്ന് വിചാരിക്കുക. 1200 എന്ന മെമ്മറി ലൊക്കേഷനുള്ള ഒരു വേരിയബിൾ എന്തായി, ഒരു മെമ്മറി ലൊക്കേഷനായി. അതിൻ്റെ പേരാണ് നം, അതായത് 1200 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനുള്ള ഒരു പേരാണ് നം. അടുത്ത് എന്ത് ചെയ്തു,
ഡബിൾ റിസൾട്ട് എന്ന് പറയുന്ന അടുത്ത ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. സോ ഇവിടെ എല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യാം. സോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള റിസൾട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വേറെ ഒരു മെമ്മറി ലൊക്കേഷൻ ഡിക്ലെയർ ആവും. ആ മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ് റിസൾട്ട്. അതിനൊരു ഫോർ എക്സാമ്പിൾ 3000 എന്നോ 5000 എന്നോ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ആവും. ദെൻ അടുത്ത എന്താണ്? പ്രിൻ്റ് ഓഫ് ഇൻപുട്ട് എനി നമ്പർ. ദെൻ നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് എന്ത് ചെയ്തു? ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. സ്കാൻ ഓഫ് %d ആംബ്രസാൻഡ് നം. ആംബ്രസാൻഡ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനകത്തോട്ട് ഒരു വാല്യൂ കൊണ്ടുവരിക. നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഏതാണ്? 1200. അതായത് 1200 എന്ന് പറയുന്ന ലൊക്കേഷനകത്തോട്ട് ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 5 ആണെന്ന് വിചാരിക്കുക. സോ 5 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് കൊണ്ടുവന്നു. അടുത്ത് എന്ത് ചെയ്തു? നമ്മൾ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ സ്ക്വയർ ഫംഗ്ഷൻ കോളിനകത്ത് ഫംഗ്ഷൻ്റെ പേര് മാത്രം മതി. ഫംഗ്ഷൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇതിനകത്ത് നമ്മളൊരു വാല്യൂ പാസ് ചെയ്തു. നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന വാല്യൂ ഏതാണ്? 5 എന്ന് പറഞ്ഞ വാല്യൂ നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് ഇരിപ്പുണ്ട്. സോ നം എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? നേരെ കൺട്രോള് ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെയാണോ അങ്ങോട്ട് പോവും. എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന റിട്ടേൺ വാല്യൂ നമ്മളിവിടെ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ആ വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. സോ റിസൾട്ട് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൻ്റെ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഈ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് വന്നു ഈ ഫംഗ്ഷൻ കോളിലൂടെ. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ കോളാണ് നടന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ കോളിനകത്ത് നമ്മൾ നം എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് പാസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഹിയർ ഇൻ ദിസ് ഫംഗ്ഷൻ കോൾ നം ഈസ് ദ ആക്ച്വൽ പാരാമീറ്റർ. നം എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കോളിൻ്റെ ആക്ച്വൽ പാരാമീറ്റർ. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ നടക്കുമ്പോൾ നേരെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൺട്രോൾ നേരെ ഫംഗ്ഷനകത്തോട്ട് വരും. സോ ഫംഗ്ഷനകത്തോട്ട് വന്ന് എന്താ സംഭവിക്കുക? ഫംഗ്ഷനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡബിൾ സ്ക്വയർ ഇൻറ്റ് n. സോ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ കൊടുക്കുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഫംഗ്ഷൻ കോൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? n is equal to നം എന്നാണ് സംഭവിക്കുക. അപ്പോൾ എന്താണ്? n എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള വേറെ ഒരു വേരിയബിളാണ്, വേറെ ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു വേരിയബിളാണ്. ഫോർ എക്സാമ്പിൾ 6000 5000 മെമ്മറി ലൊക്കേഷനുള്ള ഒരു വേരിയബിളാണ്. ആ വേരിയബിളിനകത്തോട്ട് ആ മെമ്മറി ലൊക്കേഷനകത്തോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫംഗ്ഷനകത്ത് നിന്ന് പാസ് ചെയ്തിരിക്കുന്ന നം എന്ന് പറഞ്ഞ വാല്യൂ അങ്ങ് സ്റ്റോർ ആകും. ഓക്കെ, സോ ആ മെമ്മറി ലൊക്കേഷൻ്റെ പേരെന്താണ്? n എന്നാണ് മെമ്മറി ലൊക്കേഷൻ്റെ പേര്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്തു. റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് പോയി. സോ ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ പാരാമീറ്ററിനെയാണ് നമ്മൾ ഫോമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. അതായത് n എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഫംഗ്ഷനകത്തുള്ള ഫോമൽ പാരാമീറ്ററാണ്. നം എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ കോളിനകത്തുള്ള ആക്ച്വൽ പാരാമീറ്ററാണ്. സോ ഫംഗ്ഷൻ കോളിനകത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്ററിനെ ആക്ച്വൽ പാരാമീറ്റർ എന്നും ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്ററിനെ ഫോമൽ പാരാമീറ്റർ എന്നും പറയും. ഓക്കെ, സോ രണ്ടിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഡിഫറൻ്റ് ആണ്. രണ്ടും ഡിഫറൻറ്റ് വേരിയബിൾസ് ആണ്. നം എന്ന് പറയുന്ന വേറൊരു വേരിയബിള്, n എന്ന് പറഞ്ഞ വേറൊരു വേരിയബിള്. രണ്ടിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് ഡിഫറൻ്റ് ആണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂസ് ഏതൊക്കെ രീതിയിൽ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. അതാണ് രണ്ട് രീതി പറയുന്നത്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അതായത് നമ്മൾ ഫംഗ്ഷനകത്തോട്ട് കോൾ ചെയ്യുന്ന വാല്യൂ മീൻസ് ഫംഗ്ഷനകത്തോട്ട് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ. ഫംഗ്ഷൻ കോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് രണ്ട് രീതിയിൽ പാസ് ചെയ്യാം. കോൾ ബൈ വാല്യൂവും കൊടുക്കാൻ പറ്റും, കോൾ ബൈ റെഫറൻസും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ്, ഒറിജിനൽ വാല്യൂസിനെ ഒരു ചേഞ്ചും ഇല്ലാതെ ജസ്റ്റ് കോപ്പി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ കോൾ ബൈ വാല്യൂ എന്ന് പറയും. ഇനി നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഇറ്റ്സെൽഫ്, ഒറിജിനൽ വാല്യൂ തന്നെയാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനെ കോൾ ബൈ റെഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. അപ്പം കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെത്തേഡ്സ് ടു പാസ് ഡേറ്റ ഇൻ ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കാനുള്ള 2 മെത്തേഡ്സ് ആണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്.
ഇനി കോൾ ബൈ വാല്യൂ എന്നുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഫോർമൽ പാരാമീറ്റേഴ്സിനകത്ത് കോപ്പി ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് കോൾ ബൈ വാല്യൂ. കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആക്ച്വൽ പാരാമീറ്റേഴ്സിനകത്ത് പാസ് ചെയ്യുന്നത് ആ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇറ്റ്സെൽഫ് ഈസ് പാസ്ഡ് ഇൻ ടു ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആക്ച്വൽ പാരാമീറ്റേഴ്സ് തന്നെയാണ് എങ്ങോട്ട് പോകുന്നത്, ഫംഗ്ഷനകത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഹിയർ നോക്കുക, പാസ് ബൈ റെഫറൻസ്, പാസ് ബൈ വാല്യൂ. സോ പാസ് ബൈ വാല്യൂവിനകത്ത് എന്താ സംഭവിക്കുക, നമ്മൾ കൊടുക്കുന്ന പാരാമീറ്ററിൻ്റെ ഒരു കോപ്പിയാണ് എന്ത് ചെയ്യുക, ഫംഗ്ഷനകത്തോട്ട് വരുന്നത്. സോ ഫംഗ്ഷനകത്ത് എന്ത് ചേഞ്ച് ചെയ്താലും ആ കോപ്പിയിലാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, അതാണ് ഈ പാസ് ബൈ വാല്യൂ കാണിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ദിസ് കപ്പാണെന്ന് വിചാരിക്കുക. സോ ഈ കപ്പ് നമ്മൾ ഫംഗ്ഷനകത്തോട്ട്, ഫിൽ കപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തോട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ഈ കപ്പിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യുന്നത്. സോ ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ഈ കപ്പിനകത്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പിയിൽ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. അതാണ് പാസ് ബൈ വാല്യൂ. ഇനി പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ആക്ച്വൽ പാരാമീറ്റർ എന്താണോ അത് ഇറ്റ്സെൽഫ് ഈസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. സോ ആ കപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെ, ആ പാരാമീറ്റർ തന്നെയാണ്, ആക്ച്വൽ കപ്പ് തന്നെയാണ് നമ്മൾ ഫംഗ്ഷനകത്തോട്ട് കൊടുക്കുന്നത്. സോ ഈ ഫംഗ്ഷനകത്ത് ഈ പാരാമീറ്ററിൽ എന്ത് ചേഞ്ച് വന്നാലും നമ്മുടെ പാസ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ പാരാമീറ്ററിൽ അത് റിഫ്ലക്റ്റ് ആകും. ഓക്കെ, അതിനെയാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിടത്തും, അതായത് നമ്മൾ ആക്ച്വലി പാസ് ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്ററിലും നമ്മൾ ഫോർമൽ പാരാമീറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതും എന്ത് തന്നെയായിരിക്കും, ദ ആക്ച്വൽ പാരാമീറ്റർ ഇറ്റ്സെൽഫ് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിലും ചേഞ്ചസ് വരും. ആക്ച്വൽ പാരാമീറ്ററിലും ചേഞ്ച് വരും, ഫോർമൽ പാരാമീറ്ററിനകത്തും ചേഞ്ച് വരും. ഇതാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. അപ്പോൾ കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാല്യൂ ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഈസ് copied into the formal parameter. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ജസ്റ്റ് കോപ്പി ചെയ്താണ് ഫോർമൽ പാരാമീറ്റേഴ്സിന് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോർമൽ പാരാമീറ്റേഴ്സിനകത്ത് എന്ത് ചേഞ്ചസ് സംഭവിച്ചാലും ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ ചേഞ്ച് വരത്തില്ല. അതാണ് കോൾ ബൈ വാല്യൂ. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ കോപ്പിയല്ല, ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ആക്ച്വൽ പാരാമീറ്ററിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ചേഞ്ചിങ് ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. എന്തുകൊണ്ടാണ്, നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർമൽ പാരാമീറ്റേഴ്സിൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് കോൾ ബൈ റെഫറൻസിൽ ചേഞ്ച് ചെയ്ത് സംഭവിക്കും. റീസൺ വേറൊന്നുമല്ല, നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സായിട്ട് പാസ് ചെയ്യുന്നത് വേരിയബിൾസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്രസ്സ് വെച്ച് ഒറിജിനൽ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ കോൾ ബൈ വാല്യൂവിൻ്റെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോൾ ബൈ വാല്യൂവിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ കോൾ ബൈ വാല്യൂവിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ ഉണ്ട്, വോയിഡ് ചേഞ്ച് ഇൻറ്റ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്തൊരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിനിനകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 100. അപ്പോൾ എന്താ സംഭവിക്കുക, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ആയി, അതിനകത്ത് 100 എന്ന് പറഞ്ഞ വാല്യൂ ആയി. സപ്പോസ് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ 3000 ആണ് വിചാരിക്കാം. എന്നിട്ട് ജസ്റ്റ് ആ എക്സിൻ്റെ വാല്യൂ അങ്ങ് പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് എഫ് ബിഫോർ ഫംഗ്ഷൻ കോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണോ എക്സിൻ്റെ വാല്യൂ അതങ്ങ് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു, ചേഞ്ച് ഓഫ് എക്സ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഫംഗ്ഷൻ്റെ പേര് ചേഞ്ച് എന്നാണ്. സോ ഈ എക്സ് എന്ന് പറഞ്ഞ 100 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്തു. ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നേരെ ഫംഗ്ഷനകത്തോട്ട് വരും. ഫംഗ്ഷനകത്ത് വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്, വോയിഡ് ചേഞ്ച് ഇൻറ്റ് നം. അപ്പോൾ എന്താണ്, നം എന്ന് പറഞ്ഞൊരു ഫോർമൽ പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ പാരാമീറ്റർ എന്താണ്, എക്സ് ആണ് ആക്ച്വൽ പാരാമീറ്റർ, നം ആണ് ഫോർമൽ പാരാമീറ്റർ. അപ്പം നമ്മിനകത്ത് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ കോപ്പി ചെയ്യും. അതാണ് കോൾ ബൈ വാല്യൂ. അപ്പം നം എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അത് സപ്പോസ് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് 5000 ആണെന്ന് വിചാരിക്കുക. ആ 5000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനകത്തോട്ട് 100 എന്ന് പറഞ്ഞ വാല്യൂ കോപ്പി ചെയ്തു. ഈ 100 എന്ന് പറഞ്ഞ വാല്യൂ എക്സിൻ്റെ വാല്യൂ ആണ്, ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ ആണ്. ആ ആക്ച്വൽ പാരാമീറ്റർ
പാരാമീറ്ററിൻ്റെ വാല്യൂ ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള നം എന്ന് പറയുന്ന ഫോമൽ പാരാമീറ്ററിനകത്ത് കോപ്പി ചെയ്ത് വെച്ചു. അപ്പോൾ ഈ 3000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ള 100 എന്ന് പറഞ്ഞ വാല്യൂ 5000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ള നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് സ്റ്റോറായി. അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്തു? നം ഇസ് ഈക്വൽ ടു നം പ്ലസ് 100 എന്ന് കൊടുത്തു. സോ നം ഇസ് ഈക്വൽ ടു നം പ്ലസ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ നം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ, നം എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ എന്താ? 5000. 5000ൽ ഓൾറെഡി 100 ഉണ്ട്. ആ 100ൻ്റെ കൂടെ ഒരു 100ഉം കൂടി ആഡ് ചെയ്ത് 200 ആയി. അപ്പോൾ എവിടെയാണ് ചേഞ്ച് വന്നത്? ഫോമൽ പാരാമീറ്റർ. നമ്മളിവിടുത്തെ ഫോമൽ പാരാമീറ്റർ ഏതാണ്? നം ആണ്. നം എന്ന് പറയുന്ന ഫോമൽ പാരാമീറ്ററിനകത്ത് വാല്യൂ ചേഞ്ച് ആയി. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം ഈ ഫംഗ്ഷനകത്ത് ജസ്റ്റ് നമ്മൾ വാല്യൂ ഈ ചേഞ്ച് സ്റ്റേറ്റ്മെൻറ്റിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ 100 എന്ന് ഡിസ്പ്ലേ ആകും. ഇനി ഈ ചേഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് നം ഇസ് ഈക്വൽ ടു നം പ്ലസ് 100ന് ശേഷം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനകത്ത് അത് 200 ആയിട്ട് മാറും അല്ലേ? അപ്പം നമ്മൾ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്താൽ? നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ചേഞ്ച് ചെയ്യണം. 100 ആയിരുന്നു നമ്മൾ പാസ് ചെയ്യുന്നത്, അത് 200 ആകണം. ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ്റെ ഉദ്ദേശം. പക്ഷേ എന്ത് സംഭവിച്ചു ഇവിടെ? നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എക്സ് ആയിരുന്നു. എക്സിൻ്റെ ഒരു കോപ്പി മാത്രമേ നമ്മിനകത്തോട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത് ആരെയാണ്? നമ്മിനെയാണ് ഈ ഫംഗ്ഷനിലൂടെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആക്ച്വൽ പാരാമീറ്ററിൽ ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല. ആക്ച്വൽ പാരാമീറ്റർ ആയിട്ടുള്ള എക്സ്, അതായത് 3000 ലൊക്കേഷനിലുള്ള എക്സിന് ഒരു ചേഞ്ച് സംഭവിച്ചില്ല. ഫോമൽ പാരാമീറ്ററായ നമ്മിന് 100 എന്ന് പറയുന്ന വാല്യൂ മാറി 200 ആയി മാറി. ഇതാണ് പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ. ജസ്റ്റ് നമ്മൾ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ കോപ്പി മാത്രം, ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ ഫോമൽ പാരാമീറ്ററിനകത്തോട്ട് കോപ്പി ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും അത് ഫോമൽ പാരാമീറ്റേഴ്സിൽ മാത്രമേ ചേഞ്ചസ് വരത്തുള്ളൂ, ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ വരത്തില്ല. ഇതാണ് കോൾ ബൈ വാല്യൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. രണ്ട് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് സ്വാപ്പ്. സ്വാപ്പ് ചെയ്യുക മീൻസ് ചേഞ്ച് ചെയ്യുക. ഒരു വാല്യൂ വേറൊരു ലൊക്കേഷനകത്തോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വോയിഡ് സ്വാപ്പ് ഇൻറ്റ് കോമ ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10, ഇൻറ്റ് ബി ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് മെയിനിനകത്ത് നമ്മൾ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, എ എന്നും ബി എന്നും പറഞ്ഞിട്ട്. സോ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് സപ്പോസ് 2000ഉം 3000ഉം ആണെന്ന് വിചാരിക്കുക. എക്കകത്ത് 10 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചു, ബിക്കകത്ത് 20 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? അതൊക്കെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂസ് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തു, 10 എന്നും 20 എന്നും പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനെ നമ്മൾ എടുത്തു, ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഫംഗ്ഷൻ കോൾ ചെയ്തു നമ്മളിവിടെ സ്വാപ്പ് എ കോമ ബി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? എയും ബിയെയും നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നേരെ ഫംഗ്ഷൻ കോളിനകത്തോട്ട് വരും. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ നേരെ ഫംഗ്ഷൻ കോളിനകത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എ എന്നും ബി എന്നും പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾസ് ഉണ്ട്. സോ ഇവിടെ പേര്, അതായത് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ പേരെന്താണ്? എ എന്നും ബി എന്നുമാണ്. സോ ആ സെയിം പേരാണ് ഫോമൽ പാരാമീറ്ററിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ദീസ് ടു വേരിയബിൾസ് ആർ നോട്ട് സെയിം. ഇവ രണ്ടുപേരും സെയിം വേരിയബിൾസ് അല്ല, പേര് മാത്രമേ സെയിം ഉള്ളൂ. അതായത് എന്താണ്? നമ്മളെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എ 2000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ളതാണ്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എ 400 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ളതാണ്. അതായത് രണ്ടിൻ്റെയും പേര് സെയിം ആണെന്നേ ഉള്ളൂ, പക്ഷേ രണ്ടും റെഫർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസ് ഡിഫറൻ്റ് ആണ്. അതായത് മെയിൻ ഫംഗ്ഷനകത്തുള്ള എയും ബിയും ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള എയും ബിയും തമ്മിൽ ഡിഫറൻറ്റ് വേരിയബിൾസ് ആണ്, പേര് മാത്രം സെയിം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എയുടെ അഡ്രസ് ലൊക്കേഷൻ 2000 ആണ്. ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള എയുടെ അഡ്രസ്സ് 400 ആണ്. ഇവിടെ മെയിനിനകത്തുള്ള ബി എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷൻ 3000 ആണ്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ബിയുടെ അഡ്രസ്സ് 500 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പേര് സെയിം ആണ്, പക്ഷേ രണ്ടും ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷനിലുള്ള വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ പേര് എ ബി, ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ പേര് എ ബി, പക്ഷേ രണ്ടും സെയിം മെമ്മറി ലൊക്കേഷനിലുള്ളതല്ല, രണ്ടും ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷനിലുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ഈ എയുടെ വാല്യൂ
ഫംഗ്ഷൻ ഡെഫിനേഷനകത്തുള്ള ഫോമൽ പാരാമീറ്റർ എക്കകത്ത് കോപ്പി ചെയ്യും. ആക്ച്വൽ പാരാമീറ്റർ ബിയുടെ വാല്യൂ ഫംഗ്ഷൻ ഡെഫിനേഷനകത്തുള്ള ഫോമൽ പാരാമീറ്റർ ബിക്ക് കോപ്പി ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടുത്തെ 2000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ള 10 എന്ന് പറഞ്ഞ വാല്യൂ 400 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ കോപ്പി ചെയ്തു. അതുപോലെ 3000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ള 20 എന്ന് പറഞ്ഞ വാല്യൂ 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ നമ്മൾ എയും ബിയും വെച്ച് കൊടുക്കുന്നത് അത് എവിടെയുള്ളതാണ്, 400-ലും 500-ലും ഉള്ള വേരിയബിൾസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇൻറ്റു ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ടെമ്പ് is equal to എ. ടെമ്പ് എന്ന് പറയുന്നതിനകത്ത് എയുടെ വാല്യൂ കോപ്പി ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്, 10 എന്ന് പറഞ്ഞ വാല്യൂ ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എക്കകത്ത് ബി വന്നു. അപ്പോൾ എക്കകത്ത് ബിയുടെ വാല്യൂ എന്ത് വന്നു, 20. അപ്പോൾ എക്കകത്ത് 20 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ബിക്കകത്ത് ടെമ്പിൻ്റെ വാല്യൂ വന്നു. ബിക്കകത്ത് ഓൾറെഡി എയുടെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 10. അപ്പോൾ ബിക്കകത്ത് എന്ത് വന്നു, 10 വന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ 400-ലുള്ള വാല്യൂ 500-ലുള്ള വാല്യൂവും തമ്മിൽ ഇൻ്റർചേഞ്ച് ആയി. 400-ലെ വാല്യൂ 500-ലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർചേഞ്ച് ആയി. സോ ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷേ ആക്ച്വൽ പാരാമീറ്റേഴ്സിനകത്ത് ഒരു ഇൻ്റർചേഞ്ചിങ് സംഭവിച്ചില്ല. കാര്യം അതെവിടെയുള്ളതാണ്, 2000-ലും 3000-ലും ഉള്ള മെമ്മറി ലൊക്കേഷനുള്ള 2 വേരിയബിൾസ് ആയിരുന്നു മെയിൻ ഫംഗ്ഷനകത്തുള്ള എയും ബിയും. നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞതെല്ലാം എവിടെയാണ്, ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള എയും ബിയുടെയും കാര്യമാണ്. സോ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിനകത്ത് ചേഞ്ചസ് വരത്തില്ല. ഇതാണ് കോൾ ബൈ വാല്യൂ. ഓക്കെ, അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ ചേഞ്ചസ് വരത്തില്ല. ജസ്റ്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് കോപ്പി ചെയ്യുക മാത്രമേ ഉള്ളൂ ഫോമൽ പാരാമീറ്റേഴ്സിനകത്തോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോൾ ബൈ റെഫറൻസിനെ പറ്റിയിട്ടാണ്. സോ കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, കോൾ ബൈ റെഫറൻസിനകത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഫോമൽ പാരാമീറ്റേഴ്സിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊരു അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുക്കുമ്പം അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹിയർ പാസ് ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസിനകത്തുള്ള ഫോമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പോയിൻറ്റേഴ്സ് ആയിരിക്കണം. കാര്യം എന്താണ്, നമ്മൾ ഫംഗ്ഷൻ കോളിലൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സാണ്. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫോമൽ പാരാമീറ്റർ എന്തായിരിക്കും, ഫോമൽ പാരാമീറ്റർ ഒരു പോയിൻ്റർ വേരിയബിൾസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വോയിഡ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. വോയിഡ് ചേഞ്ചിനകത്ത് നമ്മൾ എന്താണ് ഒരു ഇൻറ്റിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്തായിരിക്കണം, അത് അവിടെ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിരിക്കണം ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്താണ്, പോയിൻ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിക്ലറേഷൻ്റെ സ്ഥലത്ത് സാധാരണ ജസ്റ്റ് ഇൻറ്റ് എന്ന് മാത്രം കൊടുത്താൽ പോരാ, ഇൻറ്റിൻ്റെ കൂടെ ഇൻറ്റ് സ്റ്റാർ എന്നും കൊടുക്കണം കോൾ ബൈ റെഫറൻസിനകത്ത്. ഇനി നമുക്ക് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ബാക്കിയെല്ലാം നമ്മൾ സാധാ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമുക്ക് നോക്കാം, ഇൻറ്റ് എക്സ് is equal to 100. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഫോർ എക്സാമ്പിൾ 3000 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ 3000 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് നമ്മൾ എന്ത് ചെയ്തു, 100 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, പാസ് ചെയ്ത് കൊടുത്തു. 100 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. സോ നമ്മൾ എന്ത് ചെയ്തു, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ 3000 ആണ്. അതിനകത്ത് 100 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ റീഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, എക്സ് is equal to 100 എന്ന് കൊടുത്തപ്പോൾ 100 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. എന്നിട്ട് ജസ്റ്റ് ആ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ബിഫോർ ഫംഗ്ഷൻ കോൾ ആ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് ചേഞ്ച് ഓഫ് എക്സ്, നമ്മൾ എക്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. പക്ഷേ എക്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ നമുക്ക് എന്താണോ ചേഞ്ച് ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യും. സോ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ വേരിയബിൾ മാത്രമാണ്. ആംബ്രസാൻഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ചേഞ്ച് ആംബ്രസാൻഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്തോട്ട് വരും. ഫംഗ്ഷൻ ഡെഫിനിഷനിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് ജസ്റ്റ് ഇൻറ്റ് നമ്മെന്ന് മാത്രമേ കൊടുക്കുകയുള്ളായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഇൻറ്റ് സ്റ്റാർ നമ്മെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എന്തിനാ
എന്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു അഡ്രസ്സാണ്. അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ നമുക്കതിനെ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു പോയിന്റർ വേണം. സാധാ വേരിയബിളിനകത്ത് അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടുത്തെ ഫോമൽ പാരാമീറ്റേഴ്സ് കോൾ ബൈ റെഫറൻസിനകത്ത് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ഫോമൽ പാരാമീറ്റേഴ്സ് എപ്പോഴും പോയിൻറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻറ്റ് സ്റ്റാർ നം എന്ന് പറയുന്ന ഒരു പോയിൻ്ററിനകത്തോട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അതൊരു പോയിൻ്റർ വേരിയബിളാണ്. ആ പോയിൻ്റർ വേരിയബിളിനകത്ത് എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ആവും. എക്സിൻ്റെ അഡ്രസ്സ് എത്രയാണ്? 3000. സോ നമ്മിനകത്തിരിക്കുന്ന എന്ന് പറഞ്ഞ ഫോമൽ പാരാമീറ്ററിനകത്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ പാരാമീറ്ററിൻ്റെ അഡ്രസ്സാണ്. സോ ഈസ് ദ പോയിൻ്റർ ഓഫ് എക്സ്. എന്ന് പറയുന്ന ഫോമൽ പാരാമീറ്റർ എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ പാരാമീറ്ററിൻ്റെ പോയിൻ്ററാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിൻ്റർ വഴി നമുക്ക് ആക്ച്വൽ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പോയിൻ്റർ വെച്ചിട്ട് ആക്ച്വൽ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ വാല്യൂവിൽ തന്നെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്, ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് നമ്മിനകത്ത് 3000 എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് 3000 എന്ന് പറയുന്ന എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്താ പറയുക? സ്റ്റാർ നം പ്ലസ് ഇസ് ഈക്വൽ ടു 100. അതായത് സ്റ്റാർ നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരാണ്? എക്സ് ഇറ്റ് സെൽഫ്. കാര്യം എന്താണ്? നം ഈസ് ദ പോയിൻ്റർ ഓഫ് എക്സ്. എന്ന് പറയുന്നത് ഇപ്പം എക്സിൻ്റെ ഒരു പോയിൻ്ററാണ്. അപ്പം ഈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. വെറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ അഡ്രസ്സാണ്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പം സ്റ്റാർ നം പ്ലസ് ഇസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ 3000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ള വാല്യൂവിൽ 100 ആഡ് ആകും. അതായത് സ്റ്റാർ നം പ്ലസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സ്റ്റാർ നം ഇസ് ഈക്വൽ ടു സ്റ്റാർ നം പ്ലസ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ 200 ആക്കി മാറ്റുന്നത്, ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്ററിൽ തന്നെ റിഫ്ലക്റ്റ് ആകും. ഇതാണ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് സ്വാപ്പ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് നോക്കാം. എന്താണ്? എ ഈസ് ഈക്വൽ ടു 10, ബി ഈസ് ഈക്വൽ ടു 10. സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. 2 ആർഗ്യുമെൻറ്റ്സിൻ്റെയും അഡ്രസ്സസ് ആണ് പാസ് ചെയ്യുന്നത്. സോ അഡ്രസ്സസിനെ നമ്മൾ റിസീവ് ചെയ്യാൻ പോയിൻ്റർ വേണം. സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഹെഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ കാണിച്ചിരിക്കുന്നത് ഹെഡിങ് ഓഫ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. അതിനകത്ത് എന്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്? അഡ്രസ്സ് പാസ് ചെയ്യുന്നു. സോ റിസീവ് ചെയ്യുന്നത് 2 പോയിൻ്റർ വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? എന്നിട്ട് എക്ക് 10 കൊടുത്തു, ബിക്ക് 20 കൊടുത്തു. സോ സപ്പോസ് 200 ആണ് എയുടെ അഡ്രസ്സ് എന്ന് വിചാരിക്കുക, 300 ആണ് ബിയുടെ അഡ്രസ്സ് എന്ന് വിചാരിക്കുക. 10 കൊടുത്തു, 20 കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ കോൾ ചെയ്തു. സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ അവിടെ പാസ് ചെയ്യുന്നത് എന്താണ്? എയുടെയും ബിയുടെയും അഡ്രസ്സസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും അഡ്രസ്സസ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം നമുക്ക്? അതിനെ റിസീവ് ചെയ്യുന്നത് അഡ്രസ്സസിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് പോയിൻറ്റേഴ്സിന് മാത്രമാണ്. അപ്പോൾ ഈ ഫംഗ്ഷനകത്തുള്ള ഫോമൽ പാരാമീറ്റേഴ്സ് എന്തായിരിക്കണം? പോയിൻറ്റേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ പോയിൻ്ററിൻ്റെ പേര് സെയിം നെയിം തന്നെ ഞാൻ കൊടുത്തു, പക്ഷേ അത് വേറെ ലൊക്കേഷനിലുള്ള വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? എയുടെ ലൊക്കേഷൻ 200, ബിയുടെ ലൊക്കേഷൻ 300 ആയിരുന്നു. നമ്മൾ ഫോമൽ പാരാമീറ്റർ ആയിട്ടുള്ള എയും ബിയും ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ പോയിൻറ്റേഴ്സ് വേരിയബിൾ ആണ്. പോയിൻ്റർ വേരിയബിളിന് ഒരു ലൊക്കേഷൻ കാണും. എന്താണ്? എക്ക് 1000 എന്ന് പറഞ്ഞ ലൊക്കേഷൻ, ബിക്ക് 2000 എന്ന് പറഞ്ഞ ലൊക്കേഷൻ. പക്ഷേ ഈ എക്കകത്ത് ഇരിക്കുന്നത് ആക്ച്വൽ പാരാമീറ്റർ എയുടെ അഡ്രസ്സാണ്. ആക്ച്വൽ പാരാമീറ്റർ എ ഏതാണ്? ആക്ച്വൽ പാരാമീറ്റർ എയുടെ അഡ്രസ്സ് 200. സോ ഈ പോയിൻ്റർ വേരിയബിളിനകത്ത് ഇരിക്കുന്നത് ആക്ച്വൽ പാരാമീറ്റർ എയുടെ അഡ്രസ്സ് 200. ഇവിടുത്തെ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള ഫോമൽ പാരാമീറ്റർ ബിക്കകത്ത് ഇരിക്കുന്നത് ആക്ച്വൽ പാരാമീറ്റർ 300ലുള്ള അതിൻ്റെ അഡ്രസ്സുമാണ്. ഓക്കെ, അപ്പം ഇവിടെ 2 ഫോമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, 2 ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ പേര് എ എന്നും ബി എന്നും ആണ്. ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ പേരും എ എന്നും ബി എന്നും ആണ്. പക്ഷേ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും വേറെ 2 വേരിയബിൾസ് അറ്റ് ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷനിലുള്ളതാണ്. അവർ പോയിൻ്റർ വേരിയബിൾസും ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ സ്റ്റാർ എ എന്നും സ്റ്റാർ ബി എന്നും ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് തന്നെയാണ്?
ആക്ച്വൽ പാരാമീറ്റർ എയും ബിയും തന്നെയാണ്. ഹിയർ സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റർ വെച്ചിട്ട് അതിൻ്റെ അഡ്രസ്സിലുള്ള വാല്യൂ, അതിൻ്റെ അഡ്രസ്സിൽ ഏതായിരിക്കുന്നത് 200 ആണ് അതിനകത്തിരിക്കുന്ന അഡ്രസ്സ്, അതിൻ്റെ വാല്യൂ ഏതാ 10. അപ്പോൾ സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഉം സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ഉം ആണ്. അപ്പം നമ്മൾ സ്റ്റാർ എയും സ്റ്റാർ ബിയും വെച്ച് ചേഞ്ച് ചെയ്തു. സ്റ്റാർ എയുടെ വാല്യൂ, അതായത് 10ൻ്റെ വാല്യൂ 10നകത്തോട്ട് വെച്ചു, സ്റ്റാർ ബിയുടെ വാല്യൂ സ്റ്റാർ എക്കകത്തോട്ട് വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റാർ ബിയുടെ വാല്യൂ 20യുടെ വാല്യൂ സ്റ്റാർ എക്കകത്തോട്ട് വെച്ചു. അപ്പോൾ ഇത് 10നകത്തോട്ട് വന്നു. എന്നിട്ട് സ്റ്റാർ ബിക്കകത്ത് ടെമ്പ് വെച്ചു. സ്റ്റാർ ബിക്കകത്ത് ഓൾറെഡി സ്റ്റാർ എയുടെ വാല്യൂ ഇരിപ്പുണ്ട്, 10 ഇരിപ്പുണ്ട്, അതിവിടെ വരും. ഇനി നമ്മൾ ചേഞ്ച്, അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ആക്ച്വൽ പാരാമീറ്ററിൽ തന്നെയാണ് അത് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഓക്കെ.